പഹൽഗാമിലെ ഓൾഡ് ഷിക്കാർ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഐസ് വാട്ടറാണ് താഴെ ഒഴുകുന്നത്. ഏതായാലും ഒന്ന് താഴെ പോയി ആ വെള്ളത്തിൻ്റെ തണുപ്പൊന്ന് നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. താഴെ പോയിട്ട് വരാം. ഞാനൊരു റണ്ണിങ് ഷൂസായിട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വീഴാതെ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതിൻ്റെ ബേസ്മെൻറ്റ് അല്പം വലിപ്പമുള്ളതാണ്. ഇതിനുവേണ്ടി മാത്രം എടുത്തതാണ്. എന്നാലും എത്രമാത്രം എനിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് പോയി നോക്കാം. ഏതായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ വെള്ളത്തിൻ്റെ തണുപ്പൊന്ന് അനുഭവിച്ചാൽ നല്ലതായിരിക്കും എന്ന് കരുതുന്നു. ഇറങ്ങാൻ എളുപ്പമായിരിക്കും, പക്ഷെ തിരിച്ച് കയറാൻ പറ്റുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. ഓക്കെ, താഴെ ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് കയറാൻ പറ്റിയാൽ കൊള്ളാം. ഓക്കെ, നമ്മൾ പഹൽഗാമിലുള്ള ഈ ഓൾഡ് ഷിക്കാർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ വെള്ളം ഈ മാർബിൾ പോലത്തെ സ്ഥലമില്ലേ, മാർബിൾ കല്ലുകൾ, കൽപ്പൊടി അത് ചേർന്ന് വരുന്ന വെള്ളമായതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ കലങ്ങിയ രീതിയിൽ വരുന്നത്. എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസാണ്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഈ വാട്ടർഫോൾസ് ഒന്ന് ആസ്വദിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല ഐസ് പോലത്തെ വെള്ളമാണ്. നല്ല ശബ്ദമില്ലേ, ഐസ് പോലത്തെ വെള്ളമാണ്. ക്ലിയർ വാട്ടറാണെന്ന് പറയാൻ പറ്റില്ല, കാരണം കല്ലിൻ്റെ പൊടി ചേർന്ന് വന്ന വെള്ളമായതുകൊണ്ടാണ് ഇങ്ങനെ വെളുത്ത കളറിൽ കാണുന്നത്. നല്ല തണുപ്പുണ്ട്. ഇതിങ്ങനെ പഹൽഗാമിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന വഴിയിലെല്ലാം ഇതിങ്ങനെ കാണാം. ഇത് ഈ വലിയ മൗണ്ടെയ്ൻസ്, ഈ വാലീസിൽ നിന്നും വരുന്ന വെള്ളമാണ്, ഒഴുകിയെത്തുന്ന വെള്ളമാണ്. നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്ന കുഴികളൊക്കെ. ഇതുപോലെ കല്ലുകൾ വന്ന് വെള്ളത്തിൽ കിടന്ന് കറങ്ങി ഉണ്ടാകുന്ന കുഴികളാണ്. അതുപോലെ ഈ കല്ലുകളെല്ലാം ഉരുണ്ട ഷേപ്പായത് ഇതുപോലെ ഈ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ വെള്ളം ഒഴുകിയത് മൂലമാണ് ഈ കല്ലുകളെല്ലാം ഉരുണ്ടത്. അകലായിട്ടൊരു പാലം നമുക്ക് കാണാൻ സാധിക്കും, പക്ഷെ അങ്ങോട്ടൊന്നും പോകാനായിട്ട് പറ്റില്ല. എന്നിവ തിരിച്ചു പോവുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ കാണുന്ന വെയിലൊന്നും വകവെക്കേണ്ട, കാരണം നല്ല തണുപ്പാണ്.